ഹായ് നമസ്കാരം. നമ്മൾ ഒരുപാടായിട്ട് എൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇനി തുടർച്ചയായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ വീഡിയോസ് കാണാനായിട്ട് ഇതുവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർച്ചയായിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അക്വേഷ്യ വുഡും അതുപോലെ തന്നെ എപ്പോക്സി റെസിനും ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് ഒരു അതിമനോഹരമായ ഡൈനിങ് ടേബിളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൈനിങ് ടേബിളിൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ബിഹൈൻഡ് ദ റെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വുഡ് കട്ട് ചെയ്തിട്ട് സാൻഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി വീഡിയോസ് അല്ലെങ്കിൽ മരം കട്ട് ചെയ്യുന്നത് മുതലുള്ള വീഡിയോസ് എല്ലാം തന്നെ നമ്മുടെ പഴയ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എപ്പോക്സി കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മരം സാൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായുള്ള കളേഴ്സ് അല്ലെങ്കിൽ പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പിഗ്മെൻറ്റ് ആഡ് ചെയ്ത് എപ്പോക്സി വുഡിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചുള്ള എപ്പോക്സി അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുള്ള പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പിഗ്മെൻറ്റാണ്. അത് ഉപയോഗിച്ച് നമ്മൾ എപ്പോക്സി എല്ലാം കാസ്റ്റ് ചെയ്തതിന് ശേഷം അത് ഡ്രൈ ആയതിനു ശേഷം ഇത്തരത്തിലുള്ള ഫ്രെയിമുകളിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഫ്രെയിമിങ്ങും കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം സാൻഡിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ടോപ്പ് കോട്ട് വരെ ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് 8x4 സൈസ് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ്. 1.5 ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അതിനുശേഷം നമ്മൾ എപ്പോക്സി എല്ലാം കാസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രെയിം റിമൂവ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫ്രെയിമിങ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അക്രിലിക്കിൻ്റെ ഷീറ്റുകളാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഇത്തരത്തിൽ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം അക്രിലിക് ഷീറ്റുകൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം സാൻഡിങ് എല്ലാം പൂർണ്ണമായിട്ട് ടോപ്പ് കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ ഭാഗത്തും ടോപ്പ് കോട്ടിന് ആവശ്യമായിട്ടുള്ള എപ്പോക്സി ക്രിസ്റ്റൽ ക്ലിയർ ഡയമണ്ട് കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പോക്സിയാണ് നമ്മൾ ടോപ്പ് കോട്ടിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. ടോപ്പ് കോട്ട് നമ്മൾ 2mm ആണ് ടോപ്പ് കോട്ട് കാസ്റ്റ് ചെയ്യുന്നതിന്. അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് കോട്ടിന് വേണ്ടിയിട്ടുള്ള ലെയർ ബൈ ലെയർ ആയിട്ട് ഒഴിക്കാണ്ട് നമ്മൾ ഒറ്റ ലെയറിലായിട്ട് തന്നെ ടോപ്പ് കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ പൂർണ്ണമായിട്ടും കൈ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോക്സി എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബബിൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്ലോ ഗൺ ഉപയോഗിച്ചിട്ട് എല്ലാ ബബിൾസും റിമൂവ് ചെയ്യുകയാണ് അടുത്ത ഘട്ടമെന്ന് പറയുന്നത്. ബബിളെല്ലാം റിമൂവ് ചെയ്ത് സൈഡിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന മാസ്കിൻ ടാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ഡൈനിങ് ടേബിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൈനിങ് ടേബിളുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പരമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി വീഡിയോസ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ.